പ്രകൃതിക്ഷോഭം മൂലം മലയോരത്തുണ്ടായ കനത്ത നാശനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. പ്രകൃതിക്ഷോഭം ഉണ്ടായ പ്രദേശങ്ങളിൽ ഒട്ടനവധി കുടുംബങ്ങൾ കഷ്ടപ്പെടുകയാണ്. പ്രശ്നപരിഹാരം കാണാൻ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും പാംബ്ലാനി പറഞ്ഞു. തലശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ അടിയന്തരമായ ശ്രദ്ധ പതിയണം. മലയോരത്ത് ഉണ്ടായിട്ടുള്ള കനത്ത നാശനഷ്ടങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി മലയോരത്തിന്റെ ഗതികേട് മനസ്സിലാക്കി ഒരു സ്പെഷ്യൽ പാക്കേജ് തന്നെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപിക്കണം എന്നതാണ് ഞങ്ങൾ ഇവിടെ സർക്കാരിന് മുമ്പിൽ വെക്കുന്ന നിർദ്ദേശം. ഇവിടെ ഒട്ടനവധി കുടുംബങ്ങൾ നാശമടയുന്ന വക്കിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ അവരുടെ ഭവനങ്ങൾ വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ സംയുക്തമായി പോവുകയും നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്ത കാര്യങ്ങളാണ് ഈ പത്രസമ്മേളനത്തിൽ അറിയിക്കുന്നത്. ജോസ്ഗിരി, ഉദയഗിരി, താബോർ, തായേനി, പാലാവയൽ എന്നിവിടങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സർക്കാരിൻ്റെയോ പൊതുസമൂഹത്തിൻ്റെയോ ശ്രദ്ധ വേണ്ടത്ര പതിഞ്ഞിട്ടില്ല. മലയോര മേഖലയിലെ ഭൂമിയുടെ കാര്യത്തിൽ റീസർവേയോട് അനുബന്ധിച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി ഫെയർ വാല്യൂ പുനർനിർണയിക്കണമെന്നും പാംബ്ലാനി ആവശ്യപ്പെട്ടു. ആ പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു പോയത് വളരെ ഗൗരവമായിട്ട് തന്നെ സർക്കാർ കാണും. തീർച്ചയായും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ചെയ്ത സേവനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു. 2-3 ദിവസങ്ങൾ കൊണ്ട് റോഡുകളിലെ മണ്ണ് മാറ്റുകയും അവിടെ സഞ്ചാരയോഗ്യമാക്കാൻ, കാൽനടയ്ക്ക് യോഗ്യമാക്കാൻ സാധിച്ചു. പക്ഷെ റോഡുകൾ പലതും തകർന്നതുകൊണ്ട് ആ പ്രദേശങ്ങളിലെ ഗതാഗത സംവിധാനം പൂർണ്ണമായും നിലച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് എന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 53ഓളം വീടുകളാണ് ഈ ഉദയഗിരി, ജോസ്ഗിരി, താബോർ പ്രദേശങ്ങൾ പൂർണ്ണമായും നാശമടഞ്ഞിരിക്കുന്നു. അതിരൂപത ജനറൽമാരായ ആന്റണി മുതുകുന്നേൽ, സെബാസ്റ്റ്യൻ പാലാക്കുഴി, ഫാദർ ഡോക്ടർ ജോസഫ് കാക്കരമറ്റത്തിൽ, ചാൻസലർ ഫാദർ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേൽ, കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, ജനറൽ സെക്രട്ടറി ജിമ്മി ഐത്തമറ്റം, ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിങ്കൽ, ടോമി കണിയിങ്കൽ, ജെയിംസ് പെരുങ്കുന്നേൽ, ആൻഡോ തെരുവുകുന്നേൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.